ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പീക്ക് ടൈമാണ് അല്ലെ. നമ്മുടെ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഡിക്ലെയർ ചെയ്തു. HSS ഫിസിക്കൽ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് HSAയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നുള്ള വാർത്തയും നമ്മൾ അറിഞ്ഞു അല്ലെ. ഈ ഒരു സമയത്ത് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്ന മാറ്റങ്ങൾ സ്റ്റാൻഡേർഡ് 9 നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ഒരു തവണ ഓഡ് നമ്പർ ഓഫ് ക്ലാസ്സസ് അല്ലെ 5, 7, 9 തുടങ്ങിയ ക്ലാസ്സുകളിലേക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഹൈലൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ടോസ് അക്കാഡമിയിൽ നമ്മൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എലിജിബിലിറ്റി എക്സാമുകളുടെ എല്ലാത്തിന്റെയും കോച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ HSA ഫിസിക്കൽ സയൻസിന്റെ കോച്ചിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിന് ഇപ്പൊ സ്റ്റാൻഡേർഡ് 9 മാത്രം ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും HSA ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും 8 തൊട്ട് അങ്ങോട്ടുള്ള ഒരു +2 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാം +1 +2 SCERT എന്ന് പറയുന്നത് NCERTയും SCERTയും സെയിം ആണ് അല്ലെ. അപ്പൊ 8 തൊട്ടുള്ള 8 മുതൽ 12 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പൊ ഇതില് നമുക്ക് ചേഞ്ച് വന്നിരിക്കുന്നത് 9ലെ ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ന് പാർട്ട് 1 ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കേട്ടോ ടെക്സ്റ്റ് ബുക്കിന്റെ. അപ്പോൾ ഇവിടെ നോക്കുക, ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പാടെ പാർട്ട് 1ൽ നിന്ന് പോയിരിക്കുകയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇക്വേഷൻ ഓഫ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഇതാണ്. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ കയറി വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണുള്ളായിരിക്കും. കാരണം റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഓൾറെഡി SCERT ടെക്സ്റ്റ് ബുക്കിൽ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ലോസ് ഓഫ് മോഷൻ, എന്റെ പേരിൽ ചെറിയ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ളതിൽ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഇനി കണ്ടന്റ് വൈസ് എന്തൊക്കെയുണ്ട് മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന കണ്ടന്റ്, റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് മൊത്തത്തിൽ എക്സ്ട്രാ കയറി വന്നിരിക്കുകയാണ് അല്ലെ. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് എന്താ പറയുക ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ മാറ്റിയിട്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് റിഫ്രാക്ഷൻ എന്നൊക്കെ. എന്താണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിൽ ഉണ്ടാകുന്ന ഒരു ഡീവിയേഷൻ അല്ലെ. ആ ഒരു ചേഞ്ച്, അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്ഷൻ ആണ് അല്ലെ. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം, പാത്ത് ഓഫ് ദി ലൈറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ വെൻ ഇറ്റ് enters obliquely from one medium to another. There will be no deviation in the path of ray of light incident normally. ഇപ്പൊ നോർമലി ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ പാത്തിൽ മാറ്റം ഉണ്ടായിരിക്കില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ നടക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. അതാണ് ബേസിക് റീസൺ അല്ലെ. ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് കോസസ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു പെൻസിൽ ഇട്ടിട്ട് നോക്കുമ്പോൾ വെള്ളത്തിൽ കാണുന്ന ആ പെൻസിലിന്റെ ഭാഗം ബെൻഡ് ആയിട്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒടിഞ്ഞ ഒരു പെൻസിൽ ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ഫിനോമിനൻ മൂലമാണ്? റിഫ്രാക്ഷൻ മൂലമാണ് അല്ലെ. ഇനി എയർ എന്ന് പറയുന്നത് അതിന്റെ സ്പീഡ്, കുറച്ച് സ്പീഡ് ഓഫ് ലൈറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടേബിളുകളൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് HSA പോലെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയമണ്ടിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പൊ നമുക്ക് ഒത്തിരി മെറ്റീരിയൽ ഉണ്ട്, എല്ലാത്തിന്റെയും സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഒന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ പോലെയുള്ള നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി the ability of the medium to influence the speed of the light through the medium is optical density. അപ്പോൾ optical density എന്ന് പറയുന്ന കണ്ടന്റിനെ കുറിച്ച് പഴയ ബുക്കിലും ഇതിലും പറയുന്നുണ്ട്. സ്പീഡ് ഓഫ് ദ ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ലോവർ ആയിരിക്കും, കുറഞ്ഞ മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ when a ray of light enters obliquely from one medium to another of different optical density,
conductivity, it undergoes a deviation at the surface of separation of the medium. This phenomenon is called refraction. Already പറഞ്ഞതാണ്. ഇനി critical angle, total internal reflection ന്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് critical angle ന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കാം. When a ray of light enters from optically denser medium to rarer medium, the angle of incidence at which the angle of refraction becomes 90 degrees a critical angle. In glass air pair critical angle 42 degree ആണ്. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ നമുക്ക് എക്സാമുകൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ എടുത്ത് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഈ ബുക്ക് ഒന്നും വായിക്കാതെ പോകുന്നവർ എന്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്ന് പറയും. പക്ഷെ എന്താണ് ഇതേപോലുള്ള ഫാക്റ്റുകളൊക്കെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. When a ray of light enters from optically denser medium to rarer medium at an angle of incidence greater than the critical angle, ray is reflected back completely to the same medium without undergoing refraction. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ HSA 16-ലെ 18-ലെ HSAയിലെ ക്വസ്റ്റ്യനിലെ ഏതിലെ ഒന്നിലെ ചോദിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിളിലാണോ കുറഞ്ഞ ആംഗിളിലാണോ തുല്യമായ ആംഗിളിലാണോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? എവിടെ നടക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ ഗ്രേറ്റർ ദാൻ അല്ലെ, അറ്റ് ആൻ ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് എന്ത് നടക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും തുടക്കം തൊട്ട് തന്നെ ഗ്രാഫിക്കലി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ 8ാം ക്ലാസ്സിലെ കുറെ കണ്ടന്റുകൾ 9ലേക്ക് കയറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത കൊല്ലം ഈവൻ നമ്പർ ഓഫ് ക്ലാസ്സുകൾ ചേഞ്ച് ആവുമ്പോൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഒരു ഓർഡേർഡ് ആവാനാണ് ചാൻസ്. അപ്പൊ ഇതില് 8ലെ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 9ലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഇവർ ചെയ്തിരിക്കുന്നത് 8, 9 ക്ലാസ്സുകളിലെ കണ്ടന്റുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 മുതലുള്ള പഴയ SCERT പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി മാറ്റങ്ങളൊന്നും കണ്ടന്റുകളിൽ വന്നിട്ടില്ല. എന്നാൽ ചില കോളംസ് പെട്ടികളൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇനി ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്ട് ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലെ. അപ്പം ഇതും കഴിഞ്ഞ പ്രാവശ്യം HSAയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ കേട്ടറ്റിലും ഈ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് അല്ലെ. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാകുന്നത് എപ്പോൾ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ. എപ്പോഴാണ്? സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ മാത്രമാണ് അല്ലെ തുല്യമാകുന്നത്. അപ്പൊ നോക്കിയേ, AQR അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസിൽ പോകുമ്പോൾ മൊത്തം വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 100 ആണ് ഡിസ്റ്റൻസ് വരുന്നത് അല്ലെ. എന്നാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 80 ആണ്. കണ്ടോ, വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ഒരു കേസ് ശ്രദ്ധിക്കുക, Pയിൽ നിന്ന് Sയിലേക്ക് പോകുമ്പോൾ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസും 100 ആണ്, ഡിസ്പ്ലേസ്മെന്റും 100 ആണ്. മനസ്സിലായോ? കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ. ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ 16 18 അങ്ങാണ്ട് ഒരു HSA ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിൽ കൂടി നമുക്ക് 1 മാർക്ക്, നമ്മൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 1 മാർക്ക് കിട്ടണം എന്ന് നമുക്ക് നിർബന്ധമില്ല അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തെറ്റിക്കാതെ നമുക്ക് 1 മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ. ഇനി വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ് ടൈം. ഇതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നതാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. V = U + AT. 3 ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. കേട്ടറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ഫിസിക്സിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഒരു ചോദ്യമാണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടോ ഉള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം. അതേപോലെ പ്രീവിയസ് HSA ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് ലോസ് ഓഫ് മോഷനിലേക്ക് വരുമ്പോൾ ഏതാണ്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊമെന്റം എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൊമെന്റം എന്ന കൺസെപ്റ്റുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലും പറയുന്നത്. പ്രത്യേകിച്ച് അതിൽ എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇനി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ചാപ്റ്റേഴ്സിൽ വലിയൊരു മാറ്റം വരുന്നില്ല അല്ലെ.
പക്ഷേ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇതാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക്. സ്ട്രക്ചർ ഓഫ് ആറ്റം രണ്ടാമത്തെ പീരിയോഡിക് ടേബിൾ ആക്കിയിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്, റിഡോക്സ്, മൊത്തത്തിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിന്റെ പേര് നോക്കുക. നാലാമത്തത് വെറും റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഇവിടെ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഈ ഒരു ടോപ്പിക് അപ്പാടെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മിസ്സിംഗ് ആണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ അവരത് ആഡ് ചെയ്യുമായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ഏരിയ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. സർഫസ് ഏരിയ എങ്ങനെ ബാധിക്കുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും പഠിക്കണം. അടുത്ത കൊല്ലം ടെക്സ്റ്റ് റിന്യൂ ചെയ്ത് ഈവൻ നമ്പർ ടെക്സ്റ്റും റിന്യൂ ചെയ്ത് വരുമ്പോൾ കണ്ടന്റുകൾ ടാലി ആവാനാണ് ചാൻസ്. ഓക്കെ, പിന്നെ പീരിയോഡിക് ടേബിളിൽ റീസെന്റ് ആയിട്ടുള്ള കുറെ ഫാക്റ്റുകളും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ആവട്ടെ, പീരിയോഡിക് ടേബിൾ ആവട്ടെ, ഹിസ്റ്ററി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമുകാരുടെ ബേർഡൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. അതായത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഈ പ്രോട്ടോണിന്റെയും അതിന്റെ ഇതേപോലെയുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിളിന്റെ കണ്ടുപിടുത്തവുമായിട്ട് റിലേറ്റ് ആ ഒരു ടോപ്പിക് അപ്പാടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തു. പീരിയോഡിക് ടേബിളിന്റെ കേസിലാണെങ്കിലും ഹിസ്റ്ററി പറയുന്ന ആ ഒരു ഏരിയ, ആ ഒരു കണ്ടുപിടിച്ചു വന്ന ആ ഒരു ഏരിയ ഈ ഒരു 9th ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡിൽ മിസ്സിംഗ് ആണ്. പക്ഷെ ബാക്കിയുള്ള കണ്ടന്റുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഹിസ്റ്ററി ഒക്കെ കുഞ്ഞു ക്ലാസ്സിലേക്ക് 8th ലെവലിലും മാറ്റി വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഹിസ്റ്ററി അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ന്യൂലി ഡിസ്കവേർഡ് എലമെന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് 118ാമത്തെ എലമെന്റ് ഓർഗാനസോൺ ആണ് അല്ലെ. ഇനിയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ പറ്റും. 113 നിഹോണിയം, 115 മോസ്കോവിയം, 17 ടെന്നിസൺ. നോക്കിയേ, അപ്പൊ ചിലപ്പോൾ നമ്മളോട് ഈ റാൻഡം ആയിട്ട് എലമെന്റുകളുടെ നമ്പർ ചോദിച്ചിട്ട് ഏതാന്ന് ചോദിക്കാം. അപ്പം അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, നിങ്ങൾ മനസ്സിലായിരിക്കണം. അല്ലാതെ നമ്മൾ 118 എലമെന്റ് പഠിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊക്കെ റീസെന്റ് ഡിസ്കവേർഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അതേപോലെ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എലമെന്റ് എക്സിബിറ്റിംഗ് വേരിയബിൾ വാലൻസി എന്ന് പറയുന്ന ഒരു ടേബിള് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം അല്ലെ, വിച്ച് ഓഫ് ദ എലമെന്റ്സ് എക്സിബിറ്റ് വേരിയബിൾ വാലൻസീസ്? ഓപ്ഷൻ അയൺ, കോപ്പർ, ഫോസ്ഫറസ്, കാർബൺ, അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെ. അപ്പൊ എന്താണ് ഇതിനകത്ത് അയണും അതേപോലെ കോപ്പറും ഫോസ്ഫറസും ആണ് വേരിയബിൾ വാലൻസി. അപ്പൊ അതിന്റെ വാലൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുക. വാലൻസി എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മൾ ഈ ഒരു വീഡിയോസ് അത്രയും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. ഇനി കെമിക്കൽ ഫോർമുല എന്ന് പറയുന്ന ഒരു ഏരിയ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് കെമിക്കൽ ഫോർമുല ഓഫ് സാൾട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ NaOH plus HCl അല്ലെ. ഇതെന്ന് പറയുമ്പോൾ NaCl plus H2O എന്നുള്ളത് വരും. Salts are electrically neutral during the formation of salt. Constituent ions combine in such a way that sum of the charge of positive ions and negative ions is 0 അല്ലെ. Sum of the charge of positive and negative salt will be 0. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു ഭാഗം അതിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് അതിൽ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിന് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കുക. പക്ഷെ കണ്ടന്റ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കണ്ടന്റുകൾ തന്നെയാണ്. അപ്പൊ അതിൽ പുതുമ എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ 9th ബുക്കിൽ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ചേഞ്ച് അവിടെ പ്രകടമാണെന്നുള്ളതൊന്ന് ഓർത്തു.